ഗാസ സമാധാനത്തിലേക്ക് കടക്കുമ്പോൾ ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്നവരെ മോചിപ്പിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു. പ്രധാനമായും നേപ്പാൾ സ്വദേശിയായ ബിപിൻ ജോഷിയുടെ മോചനമുണ്ടാകുമോ എന്നതാണ് കുടുംബം അടക്കം ഇപ്പോൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇസ്രയേലിൽ നിന്ന് ഒരു ഫാമിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ബിപിൻ ജോഷി ഇസ്രയേലിലുണ്ടായ ആക്രമണത്തിൽ അകപ്പെട്ടുകൊണ്ട് ഹമാസിന്റെ പിടിയിലാകുന്നത്. ഇസ്രയേൽ സേന ഗാസയിൽ നിന്നും വീണ്ടെടുത്ത വീഡിയോ ദൃശ്യങ്ങളിലൂടെയാണ് ബിപിൻ ജോഷിയുടെ ദൃശ്യങ്ങൾ അതിൽ ഉൾപ്പെടുകയും ബിപിൻ ജോഷി ജീവനോടെ ഉണ്ട് എന്നത് കണ്ടെത്തുകയും ഈ വാർത്തകൾ പുറത്തുവരികയും ചെയ്തത്. എന്നാൽ ഇന്നും ബിപിൻ ജോഷി ഹമാസിന്റെ പക്കൽ ജീവനോടെ ഉണ്ടോ എന്നതിൽ കുടുംബം സങ്കടത്തോടെ ആ ഒരു കാര്യം ചോദിക്കുകയാണ്. യുവാവ് എവിടെയാണ് ഉള്ളതെന്ന കാര്യത്തിൽ കുടുംബത്തിന് ഇതുവരെയും ഒരുവിധ വ്യക്തതയുമില്ല. സമീപകാലത്ത് പുറത്തു വന്ന ഒരു വീഡിയോ ദൃശ്യത്തിൽ യുവാവ് ഉൾപ്പെട്ടിരിക്കുന്നത് കുടുംബത്തിന്റെ ശുഭാപ്തി വിശ്വാസം വളരെയധികം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. 2023 ഒക്ടോബറിൽ ഹമാസ് ഇസ്രയേലിൽ കടന്നു കയറിക്കൊണ്ട് നടത്തിയ ആക്രമണത്തിനിടെ 23-കാരനായ നേപ്പാൾ വിദ്യാർത്ഥിയായ ബിപിൻ ജോഷിയെ ഹമാസ് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത്. ഇസ്രയേലിലെ ഒരു ഫാമിൽ ജോലി ചെയ്യുന്നതിനിടയിലായിരുന്നു ബിപിനെ തട്ടിക്കൊണ്ടുപോയത്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ഗാസ സമാധാന കരാർ പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി തന്നെ ബിപിൻ ജോഷിയുടെ മോചനവും ഉണ്ടാകുമോ എന്ന് കുടുംബം വളരെയധികം പ്രതീക്ഷയോട് തന്നെ കാത്തിരിക്കുകയാണ്. പിടികൂടാൻ കഴിഞ്ഞത് ആഴ്ചകൾ ശേഷം റെക്കോർഡ് ചെയ്തതായി കരുതപ്പെടുന്ന, അതായത് ഇവരെ പിടികൂടി അത് കഴിഞ്ഞു വരുന്ന ആഴ്ചകൾക്ക് ശേഷം റെക്കോർഡ് ചെയ്തതായി കരുതപ്പെടുന്ന 30 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ക്ലിപ്പിൽ ബിപിൻ ജോഷി ആ ഒരു ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നത് കാണാം. എൻ്റെ പേര് ബിപിൻ ജോഷി, ഞാൻ നേപ്പാളിൽ നിന്നാണ്. എനിക്ക് 23 വയസ്സായി. പഠനത്തോടൊപ്പം തന്നെ ചിലവിനുള്ള പണം സമ്പാദിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെ എത്തിയത്. ഒരു വിദ്യാർത്ഥിയാണ് താൻ എന്നതാണ് വീഡിയോയിലൂടെ പറയുന്നത്. ഇസ്രായേൽ സൈന്യം ഈ ദൃശ്യം ബിപിൻ ജോഷിയുടെ കുടുംബത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. അതായത് ഏകദേശം 47 ബന്ദികൾ ഹമാസിന്റെ തടവിൽ തുടരുന്നുണ്ട് എന്നതായിരുന്നു ഇസ്രായേൽ അന്ന് വ്യക്തമാക്കിയത്. കുറഞ്ഞത് 20 പേരെങ്കിലും ജീവിച്ചിരിപ്പുണ്ട് എന്ന നിഗമനത്തിലാണ് ഇപ്പോഴുള്ളത്. 2023 തെക്കൻ ഇസ്രയേലിൽ ഹമാസിന്റെ ആക്രമണത്തിനിടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ തന്നെ 250-ലധികം പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ആക്രമണത്തിന് 3 ആഴ്ച മുൻപേ തന്നെ ഇസ്രയേൽ എത്തിയ 17 നേപ്പാളി വിദ്യാർത്ഥികളുടെ സംഘത്തിൽ ബിപിൻ ജോഷിയും ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒപ്പമുണ്ടായിരുന്ന നിരവധി ആളുകളെ ഹമാസ് വധിക്കുകയും ചെയ്തു. ബിപിൻ ജോഷിയുടെ മോചനത്തിനായി തന്നെ അദ്ദേഹത്തിന്റെ കുടുംബം നേപ്പാൾ സർക്കാരിനോടും ഇസ്രായേലിനോടും ഒക്കെ തന്നെ അന്താരാഷ്ട്ര സംഘടനകളോട് പോലും സഹായം അഭ്യർത്ഥിച്ച് രംഗത്ത് വന്നിരുന്നു. വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ യുവാവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിച്ച്, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. ഹമാസിന്റെ ഗ്രനേഡ് ആക്രമണത്തിൽ നിന്ന് തലനാഴിഴയ്ക്കായിരുന്നു ബിപിൻ രക്ഷപ്പെട്ടതും. ആക്രമണം നടക്കുന്നതിനിടെ ഒരു മുറിയിൽ ഒളിച്ചാണ് പരിക്കേൽക്കാതെ തന്നെ അദ്ദേഹം രക്ഷപ്പെട്ടതെന്നും വ്യക്തമാക്കിയിരുന്നു. ഹമാസ് തട്ടിക്കൊണ്ടുപോകുന്നതിന് മുൻപേ തന്നെ നേപ്പാളിലുള്ള തന്റെ ബന്ധുവിന് യുവാവ് സന്ദേശം അയച്ചിരുന്നു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ എൻ്റെ കുടുംബത്തെ പരിപാലിക്കണം, ശാന്തരായിരിക്കുക, എല്ലായ്പ്പോഴും ഭാവിയിലേക്ക് നോക്കുക എന്നതായിരുന്നു ആ സന്ദേശം. ഗാസ സമാധാന കരാറിന്റെ വിജയം ആഘോഷിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈജിപ്തിലേക്ക് പോവുകയാണ്. അതായത് ഈ ഒരു വേളയിലും ഈ ഒരു ബന്ദി മോചനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ഉണ്ടാകുമോ എന്നതും അതിലൂടെ തന്നെ അറിയാം. പ്രസിഡന്റ് അബ്ദൽ ഫത്താഹ് അൽ സിസിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് ട്രംപ് അടുത്ത ആഴ്ച ഈജിപ്തിലേക്ക് എത്തുന്നതും. അതേപോലെ തന്നെ അമേരിക്കൻ സ്ഥാനാപതി വിറ്റ്കോഫ് ഇക്കാര്യങ്ങളാണ് അറിയിച്ചിരിക്കുന്നതും. ഇതോടൊപ്പമാണ് ഇത്തരമൊരു ആശങ്ക കൂടി ഇപ്പോൾ നിലനിൽക്കുന്നത്. അതായത് ഗാസയിൽ ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്നവരെ വിട്ടയക്കുമോ, അല്ലെങ്കിൽ എന്തായിരിക്കും അടുത്ത ലക്ഷ്യമെന്നതും ഇവിടെ മറ്റൊരു ചോദ്യമായി തന്നെ നിഴലിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.